എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 131ാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ബുക്ക് റിവ്യൂ ചെയ്യുന്നത് 28ാമത്തെ അധ്യായമാണ്. ഈ 28ാമത്തെ ചാപ്റ്ററിന് സ്വാമി മുക്താനന്ദ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത് ദ വേൾഡ് ഓഫ് സൗണ്ട്സ്, നാദലോകം. അപ്പം പല ലോകങ്ങളിൽ അദ്ദേഹം പോയി സഞ്ചരിച്ച് അതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൽ അടുത്തതായിട്ട് ഇദ്ദേഹം പോകുന്നത് നാദലോകത്തിലാണ്. അതിനെയാണ് ഇംഗ്ലീഷിൽ ദ വേൾഡ് ഓഫ് സൗണ്ട്സ് എന്ന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ആസ് യൂഷ്വൽ എപ്പോഴും പോലെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ആഴ്ന്ന ധ്യാനത്തിൽ പോകുമ്പം ഇദ്ദേഹം നാദലോകത്തിലോട്ട് പ്രവേശിക്കുന്നു. അവിടെ പോകുമ്പം പലവിധമായിട്ടുള്ള ശബ്ദങ്ങളാണ് ഇദ്ദേഹം കേൾക്കുന്നത്. പലവിധമായിട്ടുള്ള ശബ്ദമെന്ന് വെച്ചാൽ എന്തൊക്കെയാണ്, കുറച്ചൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ വിവരമായിട്ട്. അതായിട്ട് നല്ല വിസ്തരിച്ചാണ് എഴുതിയിരിക്കുന്നത്. വെച്ചാൽ നമുക്കും ഇതൊക്കെ അറിയുന്നത് നല്ലതാണ്. ഇതിൽ നേരത്തെയും ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഓംകാരനാദം ചെവിയിൽ കേൾക്കുന്നു. അപ്പോൾ ഈ ഓംകാരനാഥൻ ചെവിയിൽ കേൾക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഓം ചാൻറ്റിങ് അല്ല, അതിനും ഇതിനും വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണ്ണിച്ച് ഓം ചാൻറ്റിങ് ചെയ്യുന്നു. ഈ ഓം ചാൻറ്റിങ് ചെയ്യുന്നതിൻ്റെ അർത്ഥം തന്നെ ഈ ഓം എന്നാണ്, ഈ പ്രണവമന്ത്രം അല്ലേ. ഓം എന്നുള്ളത് പ്രണവമന്ത്രം. ഈ പ്രണവമന്ത്രമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഷ. അപ്പം നമുക്ക് പ്രപഞ്ചത്തിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനറിയാവുന്ന ഭാഷയിലേ നമ്മൾ സംസാരിക്കാൻ ഒക്കത്തുള്ളൂ, അല്ലയോ? അപ്പം എന്ത് ചെയ്യും? ഓം ചാൻറ്റിങ് ചെയ്യും. അതിനാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഓം ചാൻറ്റിങ് ചെയ്യണം 108 പ്രാവശ്യം എല്ലാ ദിവസവും രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഓം ചാൻറ്റിങ് ചെയ്യണം. അതിൻ്റെ അർത്ഥം, അതിൻ്റെ കാരണകാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ടില്ലെങ്കിൽ അത് ദയവായിട്ടൊന്ന് പോയി കേൾക്കുക. അതുമാത്രമല്ല, ഓം ചാൻറ്റിങ് ആണോ ഔം ചാൻറ്റിങ് ആണോ, അതിനെക്കുറിച്ചും ഞാൻ വളരെ ക്ലിയറായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഔം എന്ന് പറഞ്ഞാൽ AUM, ഔം ചാൻറ്റിങ്. ആ വീഡിയോ ഒന്ന് നോക്കി അതൊന്ന് നല്ല രീതിയിൽ കേട്ട് നോക്കുക. അപ്പം ഈ ഓം ചാൻറ്റിങ് നമ്മൾ ചെയ്യുമ്പം ശബ്ദമിട്ട് പറയാനേ പാടില്ല. അത് നല്ലപോലെ നോട്ട് ചെയ്ത് വെച്ചോണം. ഈ ഏത് മന്ത്രവും ശബ്ദമിട്ട് പറഞ്ഞാൽ അതിന് ഫലമുണ്ട്, ഇല്ലയെന്നല്ല, പക്ഷേ അതിൻ്റെ ഫലം കുറവാണ്. ഇതിനോട് ഒത്തു നോക്കുമ്പം നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ശബ്ദമിടാതെ ചുണ്ട് രണ്ടും അടച്ച് വെച്ച്, വായടച്ച് വെച്ച് മനസ്സിനകത്ത് പറയുന്ന മന്ത്രത്തിനാണ് പവർ കൂടുതൽ. അപ്പം ഈ ഓം ചാൻറ്റിങ്ങും നമ്മളെങ്ങനെ ചെയ്യണം? ആദ്യം ഒരു 10 എണ്ണം നമുക്ക് വേണമെങ്കിൽ, ഒരു 8 എണ്ണം, ഒരു 10 എണ്ണം നമുക്ക് ശബ്ദമിട്ട് പറയാം. അങ്ങനെ ഒരു 10 എണ്ണം ശബ്ദമിട്ട് പറഞ്ഞിട്ട് പതുക്കെ അതിൻ്റെ സൗണ്ട് കുറച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പറയണം. ഈ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ ശബ്ദമിടാതെ ഉള്ളിൽ പറയുമ്പം അത് വളരെ ശബ്ദത്തോടു കൂടി പ്രപഞ്ചത്തിൽ പ്രതിഫലിക്കും. അതാണ് അതിൻ്റെ സീക്രട്ട്. അപ്പോൾ ഇപ്പം വേറൊന്നുമില്ല, ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴേ അത് വലിയ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ നമുക്കതിനെക്കുറിച്ചൊന്നും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാനും സഹിച്ചുകൊണ്ട് മിണ്ടാതെ വരും. ഇപ്പം അമ്പലത്തിൽ ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നു, ഓരോരുത്തർക്കും ഓരോ മന്ത്രങ്ങളാണ് ഇഷ്ടം. അപ്പോൾ അവരവർക്ക് അറിഞ്ഞ സർവമംഗളമംഗല്യേ പറയും, അമേ നാരായണ, ദേവി നാരായണ, ഇതെല്ലാം പറയുന്നത് നല്ലതാണ്, അതിലൊന്നും തെറ്റില്ല, നല്ലത് തന്നെയാണ്. അപ്പം ദേവിയെ കാണുമ്പോൾ നമ്മളെ അറിയാണ്ട് വിളിച്ചു പോകുന്നതാണ്, അതിൽ ഞാൻ കുറ്റം പറയുന്നില്ല, തെറ്റ് പറയുന്നില്ല. പക്ഷേ ഇപ്പം ഒരുപാട് പേര് ആറ്റുകാലൊക്കെ പോകുമ്പം അവിടെ ധ്യാന മണ്ഡപമുണ്ട്, അവിടെ വേണം വീഴുന്ന് നമസ്കരിക്കാൻ. അപ്പോൾ ആ ധ്യാന മണ്ഡപത്തിൽ ഒരുപാട് പെണ്ണുങ്ങളും കുറച്ച് ആണുങ്ങളും ഈ ലളിത സഹസ്രനാമത്തിൻ്റെ ബുക്ക് കൊണ്ടുവന്ന് വായിക്കുമ്പം ശബ്ദമിട്ടാണ് വായിക്കുന്നത്. പക്ഷേ എനിക്കതിനോട് യാതൊരു യോജിപ്പുമില്ല.
നമുക്ക് ലളിതാ സഹസ്രനാമം തന്നെ കുറച്ച് ഉറക്കെ വായിക്കണം. നാമപാരായണം ചെയ്യുന്നത് വീട്ടിൽ ചെയ്യുമ്പം ശബ്ദമൊട്ട് ചെയ്യണം. അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ പൂജാമുറിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വസ്ഥമായിട്ടുള്ള സ്ഥലത്തിരുന്ന് വിളക്കും കത്തിച്ച് വെച്ച് നാമജപം ചെയ്യുമ്പം ശബ്ദമിട്ട് ചെയ്യാം. അപ്പം അതിൻ്റെ വൈബ്രേഷൻ നമ്മുടെ വീട് മുഴുക്കെ നിറയും. അപ്പം നെഗറ്റിവിറ്റിയൊക്കെ പോകും. അതൊരു റീസൺ. പക്ഷേ ഈ അമ്പലം എന്ന് പറയുന്ന ഒരു പൊതു ഇടമാണ്. അപ്പോൾ ഈ പൊതു ഇടത്തിലൊക്കെ വരുമ്പം നമ്മൾ ശബ്ദമിട്ട് പാരായണം ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ അത് മറ്റവരെ ഡിസ്റ്റർബ് ചെയ്യും, മറ്റവർക്ക് തൊന്തരവാണ്. അത് നമ്മളെ ഇടിച്ചിടിച്ചിടിച്ചാണ് നമ്മൾ ലൈനിൽ നിൽക്കുന്നത്. അപ്പോൾ അവരോർക്ക് വരുന്ന മന്ത്രം വായി വരുന്നത് അവരോർ പഠിച്ചതൊക്കെ മനസ്സിൽ പറഞ്ഞാൽ എന്താ? ഇപ്പം എനിക്ക് നാട്ടുകാരെ നന്നാക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരാളായിട്ട് അത് ശ്രമിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞാൽ അവിടെ വഴക്കായിരിക്കും. അപ്പം ശാന്തതയോട് സ്വസ്ഥമായിട്ട് പോയി ദേവിയെ ഒന്ന് തൊഴാൻ നമ്മൾ പോയിട്ട് അവിടെ വഴക്കിട്ടിട്ട് അവിടുത്തെ അന്തരീക്ഷത്തിനെ നശിപ്പിച്ചിട്ട് ദേഷ്യത്തോടെ, എരിച്ചിലോടെ, വെറുപ്പോടെ അവിടെ പോയി ദേവിയുടെ മുമ്പിൽ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അതുമാത്രമല്ല, ഞാൻ ഒരാൾ പറഞ്ഞുകൊണ്ട് ആരും കേൾക്കാൻ പോകുന്നില്ല. ഇപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു നോക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്തടുത്ത് നിൽക്കുന്നോ അവരിങ്ങനെ കണക്കണമെന്ന് എന്തെങ്കിലുമൊക്കെ ശ്ലോകങ്ങൾ പറയും. ശ്ലോകങ്ങളാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, അല്ലെങ്കിൽ സർവമംഗളമംഗല്യേ എന്തൊക്കെയോ പറയുന്നു. ഈവൻ ലളിതാ സഹസ്രനാമം ബുക്ക് നോക്കാതെ ചൊല്ലുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ മനസ്സിൽ പറഞ്ഞാൽ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മനസ്സിൽ ഉള്ളിൽ പറയാം, അടുത്തുള്ളവരും തൊഴാനാണ് വന്നിരിക്കുന്നത്. അവരുടെ മനസ്സിലും നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ചുമ്മാതെ ദേവിയെ കണ്ട് ഹായ് ബായ് പറയാനല്ല, ഭക്തിയോടുകൂടി അമ്മയെ കാണണം, അമ്മയെ തൊഴണം എന്നുള്ള ഒരു ചിന്താഗതിയോടെ പോകുന്നു. അതുമാത്രമല്ല, ഒട്ടുമൊത്തം ആൾക്കാരും വരുന്നവർ 90% മനസ്സിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞു തീർക്കാനാണ് വരുന്നത്. ഓക്കെ, ഇപ്പം എല്ലാ മനുഷ്യർക്കും അവരവരുടെ ജീവിതം വളരെ സുഖകരമായിട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ ഇത്ര തിരക്കേയില്ല. ഞാനത് എഴുതി തരാം. ഇത്രയും തിരക്ക് കാണുകയില്ല. അപ്പം എല്ലാവർക്കും എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാവരുടെ മനസ്സിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനാണ് നമ്മൾ അമ്പലത്തിൽ വരുന്നത്. ഒട്ടുമൊത്തം ആൾക്കാരും അതുകൊണ്ടൊക്കെയാണ് വരുന്നത്. അതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞ് തീർക്കാൻ വയ്യാത്തത് നമ്മളുടെ അമ്മയുടെ അടുത്ത്, ത്രിപുരസുന്ദരിയുടെ അടുത്ത് പറഞ്ഞാൽ തീരും എന്നുള്ള വിശ്വാസത്തോടാണ് മെനക്കെട്ട് അവർ അമ്പലത്തിൽ വരുന്നത്. പക്ഷേ അവനവൻ്റെ കാര്യം മാത്രം സെൽഫിഷായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പം എനിക്ക് ആര് ശബ്ദമിട്ട് ഈ ശ്ലോകം ചൊല്ലിയാലും എനിക്ക് അവരോട് എതിർപ്പാണ്. എതിർപ്പ് മാത്രമല്ല, ഇപ്പം ഞാനൊരു ശ്ലോകം പറയുന്നു, ഞാൻ ഉള്ളിൽ പറയുന്നു, ഞാൻ സർവമംഗള പറയുന്നു. അടുത്തുള്ള സ്ത്രീ സിന്ദൂരാരുണ വിഗ്രഹാം തിരുനയനാം എന്ന് തുടങ്ങുന്നു. അങ്ങനെ കത്തി പറയുമ്പം എനിക്ക് എൻ്റെ ശ്ലോകം പറയാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് എന്ത് പറ്റും? ഞങ്ങളുടെ അമ്മച്ചി എപ്പോഴും പറയും, ഞങ്ങളുടെ അമ്മൂമ്മ പറയും, മനം പ്രാകും മക്കളെ, ഞാൻ നിന്നെ പ്രാകത്തില്ല, ഞാൻ നിൻ്റെ അമ്മൂമ്മയാണ്, ഞാൻ നിന്നെ പ്രാകത്തില്ല, നീ എൻ്റെ കൊച്ചുമോളാണ്, ഞാൻ നിന്നെ പ്രാകുകയില്ല, എൻ്റെ മക്കളെ ഞാനിങ്ങനെ പ്രാകും. പക്ഷേ എന്നെ അറിയാണ്ട് എൻ്റെ മനസ്സ് പ്രാകും, എൻ്റെ മനം പ്രാകും. അപ്പോൾ കൊച്ചിലെ എനിക്കതിന് മനസ്സിലായില്ല. അമ്മച്ചിയുടെ അമ്മച്ചി പ്രാഹിയില്ലെങ്കിൽ പിന്നെ അമ്മച്ചി അറിയാതെ അമ്മച്ചിയുടെ മനസ്സെങ്ങനെ പ്രാകും? പക്ഷേ ഇപ്പം എനിക്കതറിയാം. എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ആലോചിച്ച്, ഇത് എൻ്റെ കൊച്ചുമോളാണ്. ഇപ്പം അതേ സ്ഥാനത്താണ് ഞാൻ, എൻ്റെ അമ്മൂമ്മയുടെ സ്ഥാനത്താണ് ഞാനിപ്പോൾ ഒരു അമ്മൂമ്മയാണ്. അപ്പം എൻ്റെ കൊച്ചുമോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ നമ്മളെ അറിയാണ്ട് ഒരു ദേഷ്യം വരുന്നു. അപ്പം ബുദ്ധിയാണ് പറയുന്നത്, ഇത് നിൻ്റെ കൊച്ചുമോളാണ്, നീ അവളെ പ്രാകരുത്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്നെയും ബാധിക്കും എന്നുള്ളത്. അത് ബുദ്ധി. പക്ഷേ മനസ്സ് അതിനല്ല പോകുന്നത്. മനസ്സ് ഒരു ദേഷ്യത്തിലൊരു എന്ന് തോന്നിപ്പോവും. അതാണ് മനസ്സ് പ്രാകുന്നത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ അമ്പലത്തിൽ പോകുമ്പം അടുത്തവരുടെ മനപ്രയാസം അറിയാതെ, അടുത്തവരുടെ എന്തോ മനോഭാവത്തിലാണ് അവർ വന്നിരിക്കുന്നത്, എത്രയോ പ്രയാസങ്ങളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതെല്ലാം അമ്മയടുത്ത് പറഞ്ഞ് കൊട്ടി തീർക്കാനാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം അവരുടെ അടുത്ത് നമ്മളിരുന്നുകൊണ്ട് കാതി വീഴുന്ന പോലെ ശബ്ദമിട്ട് പറയുന്നത് തെറ്റ് തന്നെയാണ്. അതുമാത്രമല്ല, ഇത് മറ്റവരെ ഡിസ്റ്റർബ് ചെയ്യുമ്പം അവരെ അറിയാണ്ട് അവരുടെ മനസ്സ് എരിച്ചൽപ്പെടുന്നില്ലേ? ഈ സ്ത്രീ എന്തുവാ, അല്ലെ ഇത്രയും ശബ്ദമിട്ട് പറയണോ?
എന്ന് ആ ഒരു തോന്നലുണ്ടല്ലോ, നമ്മളുടെ പ്രാർത്ഥനയെ അത് ബാധിക്കും. അത് സത്യമാണ്. അതുകൊണ്ട് എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. ഞാൻ അതിനു മുകളിൽ വലിയ ആളൊന്നുമല്ല. ഒരു ഓർഡർ പാസ്സാക്കാൻ ആരും ശബ്ദമിട്ട് മന്ത്രം ചൊല്ലരുത് അമ്പലത്തിൽ. പക്ഷേ എത്രയോ അമ്പലങ്ങളിൽ എഴുതിയിട്ടുണ്ട് നിശബ്ദം പാലിക്കുക. ഈ നിശബ്ദം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ മന്ത്രം പോലും ശബ്ദമിട്ട് ചൊല്ലരുത് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അത്. പക്ഷേ അതൊക്കെ എവിടെയോ എഴുതി ഒട്ടി വെച്ചിരിക്കുന്നു. അതൊക്കെ ആര് കേൾക്കുന്നു, ആര് കാണുന്നു, ആര് വായിക്കുന്നു, ആര് അതിനെ ഫോളോ ചെയ്യുന്നു. പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോസ് കേൾക്കുന്ന നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ കൈയെടുത്ത് തൊഴുത് പറയുവാണ്, ഇനി അമ്പലത്തിൽ പോയാൽ മനസ്സിനകത്ത് ചൊല്ലണം. നമ്മൾ മനസ്സിൽ ചൊല്ലുന്ന മന്ത്രത്തിനാണ് പവർ കൂടുതൽ. അത് ദേവിയുടെ കാതിൽ വീഴും. അത് പ്രപഞ്ചത്തിൽ പോയി പെട്ട് തെറിച്ച് വരും, നമ്മൾക്ക് വന്നു ചേരും. അപ്പോൾ അതിൻ്റെ വില, അതിൻ്റെ പവർ കൂടുതലാണ്. അപ്പോൾ ഇനിയെങ്കിലും അങ്ങനെ ചൊല്ലണം. അതുമാത്രമല്ല, ഏത് മന്ത്രം ചൊല്ലിയാലും നമ്മുടെ ഇപ്പം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണ്ണിച്ച് ഓം ചാൻഡിങ് ചൊല്ലുമ്പം എന്തുകൊണ്ട് മനസ്സിനകത്ത് പറയണമെന്ന് പറയുന്നത്? മനസ്സിനകത്ത് ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക് പവർ കൂടുതലാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഞാൻ പറയാൻ വന്നത്, ഈ ഒന്ന് അമ്പലത്തിൽ പോകുമ്പം ശബ്ദമിട്ട് ഉറക്കെ ഒന്നും സംസാരിക്കരുത്. മന്ത്രങ്ങൾ ചൊല്ലുന്നതും പാട്ട് പാടുന്നതും എല്ലാം മനസ്സിലാവണം, മനസ്സിൻ്റെ ഉള്ളിലാവണം. അല്ലാതെ മറ്റവർക്ക് കേൾക്കാനോ മറ്റവരെ തൊന്തരവ് ചെയ്യാനോ മറ്റവരെ ഡിസ്റ്റർബ് ചെയ്യാനോ പാടില്ല. എന്താണെന്ന് വെച്ചാൽ കേൾക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആകും. അവർ ചൊല്ലുന്ന മന്ത്രവും അവരുടെ കാതിൽ വീഴുന്ന മന്ത്രത്തിനും ക്ലാഷ് വരും. ക്ലാഷ് വരുമ്പം അവരെ അറിയാണ്ട് മനസ്സ് പ്രാഗത്തന്നെ ചെയ്യും. പ്രാകുന്നു എന്ന് വെച്ചാൽ എന്തുവാ? വലിയ വലിയ വാക്കുകളൊന്നും പറയേണ്ട കാര്യമില്ല. സ്ത്രീ എന്തുവാ ഇങ്ങനെ, അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് മനസ്സിൽ തോന്നിയാൽ മാത്രം മതി, നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലാതെ പോകും. അതുകൊണ്ട് മറ്റവരെ തൊന്തരവ് ചെയ്യരുത്. നമ്മൾ പോവുക, നമ്മൾ കണ്ണടച്ച് ദേവിയെ എടുത്ത് പ്രാർത്ഥിക്കുക, നമ്മൾ കണ്ണ് തുറന്ന് ദേവിയെ നോക്കുക, ദേവിയെ അടുത്ത് പറയേണ്ടതെല്ലാം പറയുക. അത് വളരെ വളരെ ദിവ്യമായിട്ട്, വളരെ ഭവ്യമായിട്ട്, വളരെ ഭക്തി ശ്രദ്ധയോടുകൂടി നടക്കുന്ന സംഭാഷണയാണ്. ആർക്ക്? ആ ഭക്തനും ആ ദേവിക്കും ആ അമ്പലത്തിലുള്ള മൂർത്തിക്കും ഇടയിൽ നടക്കുന്ന ഒരു സംഭാഷണയാണ്. അത് ചെവി അറിയാതെ ചെയ്യണം, വേറെ ഒരാൾ അറിയരുത്. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് കുറേ നാൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 7 തൊട്ട് 8, 10 വരെ ആറ്റുകാൽ കളഭാഭിഷേകത്തിന് ഞാൻ പോകുമായിരുന്നു. പിന്നെ ഇപ്പം ഞാനത് നിർത്തി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനും ലളിതാ സഹസ്രനാമം ബുക്ക് എടുത്തുകൊണ്ട് പോകും, പക്ഷേ ജസ്റ്റ് വായിക്കത്തേ ഉള്ളൂ. വായിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ദേവിയുടെ അഭിഷേകം കണ്ടുകൊണ്ട് മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കും. പക്ഷേ എന്തോ ഇരുന്നാലും അതിനകത്ത് ഡിസ്റ്റർബൻസ് വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബുക്കിനെ നോക്കും, അല്ലെങ്കിൽ ചില ലൈനുകളൊക്കെ തെറ്റിപ്പോകും. അതുകൊണ്ട് പക്ഷേ ഈ അടുത്തിരിക്കുന്നവർ വന്ന് കൊണന്ന് പറയുന്നത് കാണുമ്പം നമുക്ക് വായിക്കാനും തോന്നുന്നില്ല. അതുമാത്രമല്ല, ഈ ഞെരുക്കി നിൽക്കുമ്പോഴത്തേക്ക് ഒരു അസ്വസ്ഥത. അങ്ങനെ ഉള്ളപ്പം ദേവിയുടെ കൂടെ നമ്മുടെ മനസ്സ് ലയിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അതും വേണ്ട, ആളുകളെല്ലാം വന്ന് കണ്ടോട്ട് പോട്ടെ, തൊഴുതോണ്ട് പോട്ടെ, എനിക്ക് എൻ്റെ വീട്ടിനകത്തിരുന്ന് തൊഴുതാൽ മതി. എൻ്റെ അകക്കണ്ണിൽ, എൻ്റെ മനസ്സിനകത്ത് എൻ്റെ ദേവിയെ വരുത്തി ഞാൻ തൊഴുതാൽ മതി എന്ന് പറഞ്ഞ് ഇപ്പം വലുതായിട്ട് അങ്ങനെ പോകുന്നില്ല. അഥവാ അങ്ങനെ പോയാൽ കൂടെ തിരക്കില്ലാത്ത ദിവസങ്ങളായ തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വലിയ തിരക്ക് കാണത്തില്ല, അപ്പം പോയി തൊഴുതിട്ട് വരും. എന്നുവെച്ചാൽ നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ അവിടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി കൂവി വിളിച്ചിട്ട് കാര്യമില്ല, വളരെ സോഫ്റ്റായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പറയണം. ഓക്കെ, അതൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ ഓം ചാൻഡിങ് നമ്മൾ ചെയ്യുമ്പം, ഈ ഓം ചാൻഡിങ് ചെയ്യുമ്പം കേൾക്കുന്ന ശബ്ദമല്ല, നമ്മൾ ഈ നാദലോകത്തിൽ വരുന്ന ശബ്ദം, അതാണ് മെയിനായിട്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഓം 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 എന്ന് നമ്മൾ പറയുമ്പം നമ്മളുടെ ശബ്ദമാണ് നമ്മളുടെ കാതിൽ വീഴുന്നത്. പക്ഷേ ഇവിടെ സ്വാമി മുക്താനന്ദ പറയുന്ന ശബ്ദങ്ങൾ നാദലോകത്തിൽ നിന്ന് വരുന്നതാണ്. നാദലോകത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, നമ്മളുടെ സഹസ്രാരത്തിൽ നിന്ന് വരുന്ന ശബ്ദമാണ്.
നേരത്തെ ശബ്ദങ്ങൾ ഇടത് കാതിൽ കേൾക്കുന്നു, അപ്പം പോയി നിത്യാനന്ദ എടുത്ത് ചോദിക്കുന്നു, അപ്പോൾ നിത്യാനന്ദ വഴക്ക് പറഞ്ഞു എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇടത് കാത് വലത് കാത്, ഏത് കാത്? എല്ലാ കാതും ഒന്ന് തന്നെ, എല്ലാം ദൈവത്തിൻ്റെ കാത് തന്നെ എന്നോ ദേഷ്യപ്പെട്ടൊന്നും നമ്മൾ കണ്ടു ഇല്ലേ. അതുപോലെ നമ്മളുടെ നാദങ്ങൾ കാതിൽ കേൾക്കുന്നു, പക്ഷേ അത് പുറപ്പെടുന്ന സ്ഥലം വേറെ എവിടെയല്ല, നമ്മളുടെ സഹസ്രാരത്തിൽ നിന്നാണ്. അപ്പം നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നത് ഭയങ്കര പവറുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഈ മന്ത്രം ചൊല്ലി നമ്മൾ മന്ത്രം ചൊല്ലുന്നത് നിർത്തുമ്പം നമുക്ക് ആ ശബ്ദം കേൾക്കണം. അത് നിറയെ പേര് ഈ ഗായത്രി മന്ത്രമൊക്കെ പറയുമ്പോൾ അതിൻ്റെ കമൻസിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് 2-3 കമൻറ്റ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഐ എം എ മുസ്ലിം ബട്ട് ഐ സ്റ്റിൽ സേ ഗായത്രി മന്ത്ര എന്നൊക്കെ. ഐ എം എ ക്രിസ്ത്യൻ ബട്ട് ഐ എം ഏബിൾ ടു ഹിയർ ദ ഓം നാദ ഇൻ മൈ ഇയേഴ്സ് എന്നൊക്കെ കമൻസ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഈ മന്ത്രത്തിനൊക്കെ ക്രിസ്ത്യനും ഹിന്ദുവും മുസ്ലിമും ഒന്നുമല്ല. നമ്മൾ ഒരു മനുഷ്യനായിട്ടിരുന്ന് മന്ത്രങ്ങൾ ചൊല്ലുമ്പം അത് അതാത് ദേവതയെ പോയി ചേരും. ഓക്കെ, സോ അങ്ങനെ. അപ്പം നാദലോകത്തിൽ കേൾക്കുന്ന ശബ്ദങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം ഇവിടെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താ വെച്ചാൽ നാളെ ഇതിലേതെങ്കിലും ഒരു ശബ്ദമായിരിക്കും നമുക്ക് കേൾക്കുന്നത് മെഡിറ്റേഷനിൽ. ഓക്കെ, അതെന്തൊക്കെയാണ്? ഈ കടലിൻ്റെ തീരത്ത് പോയി നിൽക്കുമ്പം ആ തിരമാലകൾ വന്ന് അടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട്. ബീറ്റിങ്സ് ഓഫ് ദ വേവ്സ് ഓഫ് ദ സീ. അപ്പം കടലിൻ്റെ തീരത്തിൽ നമ്മൾ പോയി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പം ആ കടലിൻ്റെ അലകളിങ്ങനെ ഒന്ന് മാറി ഒന്നായിട്ട് വരത്തില്ല, അപ്പം എന്നൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദം. പിന്നെ ഈ ഇടിമുഴക്കം, പിന്നെ ഈ വെള്ളം ഇങ്ങനെ ഓടുന്നില്ലേ, ചെറിയ സൈസിൽ വലിയ വെള്ളച്ചാട്ടം അല്ല, ഈ ചെറിയ നീരോടയെന്ന് പറയും. ചെറിയ ഇതിൽ വെള്ളം ഇങ്ങനെ പോകുമ്പം അതിന് എന്നൊരു ശബ്ദം കൊണ്ട് ആ ശബ്ദം. പിന്നെ ട്രെയിൻ സ്പീഡായിട്ട് പോകുമ്പോൾ ഉള്ള ശബ്ദം, ട്രെയിൻ ടടക് 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 അങ്ങനെ ഒരു ശബ്ദമുണ്ട്. അപ്പോൾ ആ ശബ്ദം. പിന്നെ എയ്റോപ്ലെയിൻ ദൂരെ നിന്ന് വരുമ്പം ഒരു ശബ്ദമുണ്ട്, ആ ശബ്ദം. അതേമാതിരി ഈ ചിത മൂട്ടുമ്പം, ചിതയിൽ തീ കത്തിക്കുമ്പം അതിൻ്റെ പെട്ടെന്ന് തെറിക്കും. അതിന് ഒരു ചെറിയ വെടി ശബ്ദം കേൾക്കും. വെടി എന്ന് പറഞ്ഞാൽ വലിയ അമ്പലത്തിലുള്ള വെടിയല്ല, പട്ട്. അത് എല്ലാ അമ്മമാർക്കും അത് കേട്ടിരിക്കും. എപ്പോഴെന്ന് വെച്ചാൽ പാല് പിരിയുമ്പം, അടുപ്പിൽ പാല് വെച്ച് തിളപ്പിക്കുമ്പം പിരിഞ്ഞ പാല്, ചീത്തയായ പാലാണെങ്കിൽ അത് വെച്ച് കുറച്ച് ടെമ്പറേച്ചർ കൂടുമ്പോഴേ ടപ്പ് ടപ്പ് ടപ്പെന്ന് വെടിക്കും. അങ്ങനെ ശബ്ദം കേട്ടാൽ തന്നെ ഞാൻ ഉടനെ അങ്ങ് ഇറക്കി വയ്ക്കും, അതെടുത്ത് അങ്ങ് കളയും. എന്ന് വെച്ചാൽ പാല് ചീത്തയായി എന്നർത്ഥം. അതാണ് വെടിക്കുന്ന ശബ്ദം. അതേപോലെ ഈ ചിതയിൽ ഡെഡ് ബോഡീസിനെ കൊണ്ടുവച്ച് തീ കത്തിക്കുമ്പം നല്ലപോലെ കത്തി എരിയുമ്പം അവിടുന്ന് ടപ്പ് ടപ്പ് ടപ്പെന്ന് ശബ്ദം കേൾക്കും. ആ ടപ്പെന്ന് കേൾക്കുന്ന ശബ്ദം എന്തുകൊണ്ടാണോ? നമ്മളുടെ എല്ലൊക്കെ മുറിയുന്നതാണ്. എല്ല് മുറിയും. നമ്മുടെ ദശയൊക്കെ തീയിൽ കത്തി എരിയുമ്പം അതിൽ നിന്ന് വെള്ളം ഒഴുകും. ആ കാൽഷ്യം ഉണ്ട് നമ്മുടെ ബോണിൽ, ആ കാൽഷ്യത്തിൻ്റെയാണ് ഇത് ശബ്ദം കേൾക്കുന്നത്. ബോൺ, നമ്മുടെ വലിയ ബോണുകളൊക്കെ വെടിക്കുമ്പോഴാണ് ആ ശബ്ദം കേൾക്കുന്നത്. പിന്നെ ഒരുപാട് ഈ ഡിവൈൻ നെയിം, അതായത് ഒരുപാട് പേര് ഓം നമഃശിവായ അല്ലെങ്കിൽ ഓം ശക്തി ഇങ്ങനെയൊക്കെ ദൈവങ്ങളുടെ നാമങ്ങളെ ഉച്ചരിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പിന്നെ മൃദംഗത്തിൻ്റെ ശബ്ദം, കെറ്റിൽ ഡ്രമ്മിൻ്റെ ശബ്ദം. ഈ കെറ്റിൽ ഡ്രം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി നോക്കിയാൽ മതി. ഞാൻ അതിൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും പുതിയ വാക്കുണ്ടോ? മൃദംഗം നമുക്കറിയാം, 2 സൈഡും അടിക്കുന്നത് മൃദംഗം. അതല്ല, ഇത് കെറ്റിൽ ഡ്രം എന്ന് പറയുന്നത് ഗൂഗിളിൽ പോയി നോക്കിയാൽ മതി. ഈ പകുതി സൈസിൽ ഇങ്ങനെ കാണും വട്ടത്തിൽ, അതിൽ നിന്ന് വരുന്ന ശബ്ദമാണ് കെറ്റിൽ ഡ്രം. പിന്നെ ചങ്കുനാദം, പിന്നെ മണിനാദം. മണിനാദം എന്ന് പറഞ്ഞാൽ കൂട്ടമണിയടിയാണ്. കൂട്ടമണിയടി ഒരു മണി അടിച്ചാലുള്ള ശബ്ദമല്ല, പല മണികൾ നമ്മൾ അമ്പലങ്ങളിൽ ചിലപ്പം അടിക്കും, അതാണ് കൂട്ടമണിയടി അത്. പിന്നെ ഓംകാരനാദം, പിന്നെ വീണയുടെ നാദം. അതേപോലെ ഈ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്,
അതായത് ഈ വീണയുടെ കൂട്ട് ഈ കമ്പിയായിട്ടുള്ളത്, ഇപ്പം എന്തുവാ വയലിൻ, ഗിറ്റാർ, അതൊക്കെ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻസാണ്. അതിൽ നിന്ന് വരുന്ന ശബ്ദം, പിന്നെ തേനീച്ചയുടെ ശബ്ദം, ചീവീടിൻ്റെ ശബ്ദം, ഏർലി മോർണിംഗ് മയിൽ കൂവുന്ന ശബ്ദം. മയിലിൻ്റെ ശബ്ദം ഉണ്ടല്ലോ, ഭയങ്കരമായ ഒരു ശബ്ദമാണ്, ഒരുമാതിരത്തെ ശബ്ദമാണ്. അത് സന്ധ്യയ്ക്കും കിടന്ന് കൂവും, ഏർലി മോർണിംഗ് അതിരാവിലെയും കിടന്ന് വിളിക്കും. പീകോക്ക്, മയിൽ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്, പിന്നെ കുക്കു ബേർഡ്സിൻ്റെ, വേറെ പല പറവകളുടെ ശബ്ദം. പിന്നെ ഇദ്ദേഹം ഇന്ദ്രലോകത്ത് പോയപ്പം ഒരുപാട് നല്ല നല്ല മ്യൂസിക് കേട്ടു എന്ന് പറഞ്ഞു. അത് പിന്നെ വേറെ മറ്റ് ലോകങ്ങളിലും ഇദ്ദേഹം പോയപ്പോഴൊക്കെ കുറേ മ്യൂസിക്കുകൾ കേട്ടു, ശബ്ദങ്ങൾ, നാദങ്ങൾ, അതെല്ലാം ഇദ്ദേഹത്തിന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാദങ്ങൾ മാറി 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 ഇദ്ദേഹത്തിന് കാതിൽ കേൾക്കുന്നുണ്ട്. എവിടുന്നാ വരുന്നേ? നാദലോഹം എന്ന് പറയുന്നത് അവനവൻ്റെ സഹസ്രാരത്തിലിരിക്കുന്നതാണ്. അപ്പം ഈ ശബ്ദങ്ങളൊക്കെ എവിടുന്ന് വരുന്നു? സഹസ്രാര ചക്രത്തിൽ നിന്ന് വരുന്നതാണ്. അതായത് വേറൊന്നുമല്ല. ഇതിൻ്റെ സൂക്ഷ്മത എന്തുവാന്ന് നമുക്ക് മനസ്സിലാകണം. അതായത് കുണ്ടലിനി ശക്തി, അമ്മ മഹാശക്തി ഉണർന്ന് സുഷുമ്ന നാഡി വഴി മേളിക്കേറി ഇപ്പം സഹസ്രാരത്തിൽ വന്ന് സദാശിവൻ്റെ കൂടെ ഒന്നിച്ച് ഐക്യമായി ഇരിക്കുന്ന സമയം. അപ്പോഴാണ് ഈ പല പല നാദങ്ങളും നമുക്ക് കേൾക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, അങ്ങനെ അപ്പം എത്രയ്ക്കോ ഡിവൈൻ സൗണ്ടാണ് കേൾക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മുടെ ഈ ഭൂമിയിൽ കേൾക്കുന്ന സൗണ്ടല്ല, ദൈവീകമായിട്ടുള്ള ശബ്ദങ്ങളാണ് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നത്. പിന്നെ ഇതേ 15 ദിവസം തുടർന്ന് വന്നു. ഈ 15 ദിവസം തുടർന്ന് ഈ ശബ്ദങ്ങൾ അദ്ദേഹത്തിന് കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ 15 ദിവസം അദ്ദേഹത്തിന് ഉറക്കമില്ല. എന്നുവെച്ചാൽ ഈ ശബ്ദം നാദമുഴക്കമല്ലയോ, നാദങ്ങളുടെ ഇടി മുഴക്കമാണ് കാതിലിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ എങ്ങനെ ഉറങ്ങും? ഉറക്കം ഉറങ്ങുന്നില്ല. അദ്ദേഹം 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഉറങ്ങിയില്ല. അതേ സമയത്ത് ദേഹം നല്ല ആരോഗ്യമാണ്. ഈ ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ തന്നെ അടുത്ത ദിവസം നമുക്ക് നോർമലായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ട ഒരു സംഗതി ആയിരിക്കണം. എനിക്കും അങ്ങനെയൊക്കെ. ഉറക്കം കുറഞ്ഞു പോയാൽ അടുത്ത ദിവസം ഫുൾ ഡേ ഒന്നേ അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന പോലെ അടുത്ത ദിവസം പകൽ കിടന്ന് ഉറങ്ങണം. അല്ലെങ്കിൽ ഫുൾ ഡേ ഒരുമാതിരി ഉറക്കം തൂങ്ങി തന്നെ നിൽക്കും. ഒരു കാര്യം ചെയ്യാനും നമുക്കൊരു ഉന്മേഷം കിട്ടത്തില്ല. എന്നുവെച്ചാൽ ഈ നമുക്ക് ശ്വസിക്കാൻ കാറ്റ് എത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റോ, നമുക്ക് കഴിക്കാൻ ഫുഡ് എത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റോ, കാറ്റിനെക്കാട്ടിലും ഫുഡിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റാണ് ഉറക്കം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഉറക്കം വന്നാൽ അതിനുള്ള മരുന്ന് എന്തുവാ, അതിനുള്ള പോംവഴി എന്തുവാ? ഉറങ്ങി തന്നെ തീർക്കണം. അത് 5 നിമിഷത്തെ പൂച്ച ഉറക്കമാണോ, 20 നിമിഷത്തെ പവർ നാപ്പാണോ, അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഉറക്കമാണോ, അത് അവനവൻ്റെ ദേഹത്തിൻ്റെ ആവശ്യം. അപ്പം ദേഹം പറയുമ്പം അവിടെ കിടന്ന് ഉറങ്ങിയിരിക്കണം. ഇരുന്ന് ഉറങ്ങുവോ നിന്നുറങ്ങുവോ എന്ത് ചെയ്യുവോ ആ റെസ്റ്റ് കൊടുത്തിരിക്കണം ദേഹത്തിന്. അല്ലെങ്കിൽ നമ്മളായിട്ട് അല്ലാതെ പോകും. ശരിക്കും പറഞ്ഞാൽ ഈ നേരെ ഈ 15 ദിവസമൊക്കെ ഉറങ്ങിയില്ലെങ്കിലേ മനഭ്രാന്തി പിടിക്കും. ഈ മനസ്സിൻ്റെ സമനില തെറ്റുമ്പോഴാണ് ഈ ഉറക്കം തെറ്റുന്നത്. അല്ലെങ്കിൽ ഉറക്കം തെറ്റുമ്പം മനസ്സിൻ്റെ സമനില തെറ്റും. പക്ഷേ ഇദ്ദേഹത്തിന് ഈ 15 ദിവസം അടുപ്പിച്ച് ഉറങ്ങാതിരുന്നപ്പോഴും ദേഹത്ത് ഒരു അസുഖമില്ല, മാനസികമായിട്ട് ഒരു അസുഖമില്ല, മറിച്ച് ഭയങ്കര ഹാപ്പിയാണ്. കഴിക്കുന്നതെല്ലാം കുറഞ്ഞു, എന്നാലും ഭയങ്കര എനർജറ്റിക്കാണ്. ദേഹം മെലിഞ്ഞിരിക്കുന്നു, എന്നാലും ഒരു അസുഖവുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇദ്ദേഹം അനുഭവിക്കുന്നതൊക്കെ ദൈവീക ശബ്ദങ്ങളാണ്. കേൾക്കുന്നതും രസിക്കുന്നതും ദൈവീക ശബ്ദങ്ങളാണ്. അത് നമ്മുടെ ദേഹത്തും മനസ്സിലും കിടന്ന് ഓടുമ്പം നമുക്ക് ഒരു അസുഖവും വരാൻ പോകുന്നില്ല. ഇതൊക്കെ ആ മഹാമായ കുണ്ടലിനി ചെയ്യുന്ന ലീലകളാണ്. ഓക്കെ,
പിന്നെ വേറൊരു കാര്യം ഇദ്ദേഹം പറയുന്നത്, ഈ നാദങ്ങളിങ്ങനെ കേൾക്കുമ്പം നമ്മളെ അറിയാണ്ടേ ഡാൻസ് കളിക്കാനുള്ള ഒരു തോന്നൽ വരും. ഇപ്പം മുക്താനന്ദയെ സംബന്ധിച്ചവരെ അദ്ദേഹം വളരെ ഒതുങ്ങിക്കഴിയുന്ന ജീവിതമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് ഈ ആർഭാടവും അതും ഇതൊന്നും ഇഷ്ടമല്ല. അപ്പം പലരുടെ മുമ്പിൽ ഇരുന്ന് ഡാൻസ് കളിക്കാനൊക്കെ അദ്ദേഹത്തിന് ലജ്ജയാണ്. അപ്പം അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ആൾക്കാരൊക്കെ ഈ പബ്ലിക്കായിട്ട് സ്റ്റേജിൻ്റെ പുറത്ത് കയറി ഇങ്ങനെയൊക്കെ കിടന്ന് ചാടുന്ന എങ്ങനെ തന്നെ ഇവരിതൊക്കെ ചെയ്യുന്നോ എന്ന് ഒരു സ്ഥലത്ത് കമൻ്റ് അടിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചവരെ അദ്ദേഹത്തിന് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് ഈ നാദം കേൾക്കുമ്പം നമ്മുടെ ദേഹം നമ്മളെ അറിയാണ്ടങ്ങ് ഡാൻസിനോടങ്ങ് ലയിച്ചു പോകും. അപ്പം നമ്മളെ അറിയാണ്ട് ഡാൻസ് കളിച്ചു പോകും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം ഇരിക്കുന്ന കുടിലിനെ ചുറ്റി മലകളും കുന്നുകളുമാണല്ലോ, ഹിൽസും മൗണ്ടൻസും ആണല്ലോ. അപ്പോൾ ഇദ്ദേഹം ആരും കാണാതെ മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഡാൻസ് കളിക്കും. അപ്പോൾ കാതി കേൾക്കുന്ന നാദത്തിന് ഏറ്റ പോലെ ഡാൻസ് കളിക്കാൻ തുടങ്ങും. മണിക്കൂറുകൾ ഡാൻസ് കളിക്കും. അതിലും ഒരു ക്ഷീണമില്ല. എന്നുവെച്ചാൽ ഇതൊക്കെയാണ് പരമാനന്ദ നില. ആ പരമാനന്ദ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പം ഞാൻ വേറെ ദൈവം വേറെ അല്ല എന്നുള്ള ഒരു യൂണിയൻ വരുമ്പം പിന്നെ ദേഹത്തിന് അസുഖമോ ക്ഷീണമോ വെള്ളദാഹമോ ഫുഡ് വേണമെന്ന് ഓർമ്മയോ ഒന്നും കാണത്തില്ല. ഓക്കെ, ആ സ്ഥിതിയിലാണ് മുക്താനന്ദ ഇപ്പോൾ ഉള്ളത്. പിന്നെ വലത് ചെവിയിലും കേൾക്കും, ഇടത് ചെവിയിലും നാദങ്ങൾ കേൾക്കും. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം നല്ലപോലെ മനസ്സിലായി, ഇത് ചെവിയിൽ നിന്ന് വരുന്നതോ പുറത്തുനിന്ന് വരുന്ന നാദങ്ങളല്ല, സൗണ്ടുകളല്ല, ശബ്ദങ്ങളല്ല, ഇത് എൻ്റെ സഹസ്രാരത്തിൻ്റെ ഉള്ളിലിരുന്ന് വരുന്ന ശബ്ദങ്ങളാണ് എന്ന് പറയും. അതുമാത്രമല്ല, ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയ പിന്നീട് ഇദ്ദേഹത്തിന് നല്ല ഓർമ്മശക്തിയാണ്. ഇദ്ദേഹത്തിന് നേരത്തെ ഓർമ്മശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നല്ല ഓർമ്മശക്തിയാണ്, അല്ലെങ്കിലും പറയാതെ നമുക്കറിയാം. എന്താ വെച്ചാൽ ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റാണ് അദ്ദേഹം മെഡിറ്റേഷനിൽ കണ്ടത് നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുക, ഇത്രയും മെമ്മറി പവർ നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേനെ. പിന്നെ എല്ലാവരും നീറ്റിലും ജെഇയിലും ഗേറ്റ് എക്സാമിലും എല്ലാവരും ഫസ്റ്റ് റാങ്ക് ആയിരിക്കും വാങ്ങിക്കുന്നത്, ഇല്ലയോ? അങ്ങനെ അപ്പോൾ നല്ല മെമ്മറി പവർ ഉണ്ടായിരുന്നു. പിന്നെ ജ്ഞാനേശ്വർ ഒരു മുക്തനാണ്. അദ്ദേഹം കുണ്ടലിനി ശക്തിയെപ്പറ്റി പറയുമെന്ന്, ദ ലൈറ്റ് ഓഫ് ദ സോൾ ഈസ് ഓൾവേസ് ന്യൂ. അതായത് ഒന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ പ്രപഞ്ചം തോന്നിയപ്പം, ഈ പ്രപഞ്ചം ഉണ്ടായപ്പോൾ, ഈ പ്രപഞ്ചം എപ്പോൾ ഉണ്ടായി, AD ആണോ BC ആണോ അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. പ്രപഞ്ചം ഉണ്ടായി, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെ വാദവിവാദങ്ങൾക്ക്, ഡിബേറ്റ്സിനും ആർഗ്യുമെൻറ്റ്സിനും പോകരുത്. പ്രപഞ്ചം എപ്പോഴോ ഉണ്ടായി, നമ്മളൊക്കെ അതിൻ്റെ കാൽ തുരുമ്പിനില്ല. ഓക്കെ, അപ്പം നമ്മളെന്തിനാ അത്രയും വലിയ ആരാய்ச்சிക്ക് പോകുന്നത്? അത്രയും വലിയ റിസർച്ചൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴും പറയും, ഋഷിമൂലം നദിമൂലം നോക്കരുത്. അതുപോലെ പ്രപഞ്ചം എപ്പോഴോ ഉണ്ടാകട്ടെ, ബിഗ് ബാങ് തിയറിയാണോ എന്തോ ആണെങ്കിലും ശരി. പക്ഷേ ഒരു കാര്യം സയൻറ്റിസ്റ്റും ഫിലോസഫേഴ്സും എല്ലാവരും വേദത്തിലും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യമാണ്. അതായത് ഈ പ്രപഞ്ചം തോന്നിയപ്പം ദൈവം വെളിപ്പെട്ടതെന്ന് വെച്ചാൽ ദൈവം മാനിഫെസ്റ്റ് ആയത് ഏത് രീതിയിലാണ്? 2 രീതിയിൽ. ഒന്ന് വെളിച്ചം, ലൈറ്റ്, ഇനിയൊന്ന് സൗണ്ട്, ശബ്ദം. സോ ഗോഡ് മാനിഫെസ്റ്റഡ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ആസ് ലൈറ്റ് ആൻഡ് സൗണ്ട്. ഈ രണ്ടുമാണ് ആദ്യം ഉണ്ടായത്, പിന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം ജ്ഞാനേശ്വർ പറയുമെന്ന് അമ്മയെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്, അതായത് ചിത് ശക്തിയെക്കുറിച്ച്, അതായത് കുണ്ടലിനി ശക്തിയെക്കുറിച്ച് പറയുമ്പം, ദ ലൈറ്റ് ഓഫ് ദ സോൾ ഈസ് ഓൾവേസ് ന്യൂ. സോൾ എന്ന് വെച്ചാൽ ആത്മാ. സോ നമ്മുടെ ആത്മാവിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ വെളിച്ചങ്ങളാണ്, പുതിയ രീതിയിലായിരിക്കും നമ്മൾ കാണുന്നത് എന്നാണ് ജ്ഞാനേശ്വർ അതിനെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ അദ്ദേഹം മെഡിറ്റേഷനിൽ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മെഡിറ്റേഷൻ കൂടുന്നു, ഫുഡ് കുറയുന്നു,
സാധാരണ ഉണർന്നിരിക്കുന്ന സമയമെല്ലാം കുറയുന്നു. എന്നാലും ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ട്, മനസ്സിനും ഒരു സുഖമുണ്ട്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും അതിനെക്കുറിച്ച് ഒരുപാടുണ്ട്. ഇത് വലിയ ചാപ്റ്ററാണ്. അതുകൊണ്ട് ബാക്കി പകുതിയേ ആയിട്ടുള്ളൂ ഇപ്പം. ബാക്കി പകുതി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഈ സൗണ്ടും കാര്യങ്ങളുമൊക്കെ എന്തൊക്കെയാണ് സൗണ്ട് അദ്ദേഹം കേട്ടത് എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും കേട്ടു നോക്കുക, മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ ചീവീടിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ സാധാരണ കാതുകൊണ്ട് വെളിയിൽ നിന്ന് വരുന്ന സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. ഫ്ലൂട്ടിൻ്റെ സൗണ്ടും ഓടക്കുഴലിൻ്റെ ശബ്ദവും വീണാനാദവും നാദസ്വരവും അതൊക്കെ നമ്മൾ വെളിയിൽ നിന്നുള്ള ശബ്ദം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ അതിനെ ഉള്ളിലിരുന്ന് വരുമ്പം കേൾക്കണം. ഉള്ളിലിരുന്ന് നമുക്കും ശബ്ദം വരണം, അത് നമുക്ക് കേൾക്കണം. അതിന് ഒരേ വഴി നമുക്ക് മെഡിറ്റേഷനിലിരുന്നാലേ പറ്റുള്ളൂ. അപ്പം എല്ലാവരും കൂടുതൽ സമയം മെഡിറ്റേഷനിൽ ഇരിക്കണം എന്നാണ്, എന്നെയും ചേർത്താണ് ഞാൻ പറയുന്നത്. നമ്മൾ കൂടുതൽ ശ്രമിക്കുക. നമുക്കും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ദൈവം തരട്ടെ. അതേ എല്ലാവരുടെ ദേഹത്തുമുള്ള കുണ്ടലിനി ശക്തി ഒന്നാണ്. ആ അമ്മ, ആ ശക്തി നമുക്കും ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ ഇടവരുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.